ഹലോ ഡിയേഴ്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈകുന്നേരം സ്കൂളിൽ നിന്നൊക്കെ കുട്ടികൾ വരുന്ന സമയത്ത് ചായയുടെ കൂടെ കഴിക്കാൻ കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. മീൻ വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും, കുട്ടികൾക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു ഈസി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്കിതിനുള്ള ഫില്ലിങ് റെഡിയാക്കാം. ഞാൻ ചീനച്ചട്ടിയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണയോ ഓയിലോ എന്തായാലും കുഴപ്പമില്ല. അതിലേക്ക് ഞാനൊരു 3 ഇടത്തരം സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. വലുതാണെങ്കിൽ 2 മതി. ഇതിപ്പോൾ ഒരു ചെറിയതായതുകൊണ്ട് 3 എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കൊരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം. പിന്നെ 2 പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് നമ്മൾ ആദ്യം വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർക്കാം. അപ്പോൾ നമ്മളിനി ഈ ഒരു ഉള്ളിയും ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റി ഉള്ളി നല്ലൊരു സോഫ്റ്റ് ആവുന്നത് വരെ നമ്മൾ വഴറ്റിയെടുക്കണം. ഞാനിത് അയല വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് മീൻ വെച്ചിട്ടും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അയല ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് മഞ്ഞളും ഉപ്പും കുരുമുളകും ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഉള്ളി ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ചേർക്കാം. ഞാനൊരു തക്കാളിൻ്റെ പകുതിയാണ് ചേർത്തത്. തക്കാളി ഒരുപാട് ചേർത്ത് കഴിയുമ്പോൾ മസാല കുറച്ച് ഒരു വെള്ളം വരുന്നത് പോലെ ഉണ്ടാവും. അപ്പോൾ നമ്മളിത് ഫില്ല് ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തക്കാളി ചേർത്താൽ മതി, ഒരു പുളിക്ക് വേണ്ടി മാത്രം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല. നമ്മളിത് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയ ഗരം മസാലയാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. വീഡിയോ അതാണ്. അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു റെസിപ്പി കണ്ടു നോക്കുക. എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നല്ല അടിപൊളി ഗരം മസാലയാണ്. അപ്പോൾ നമ്മൾ ഗരം മസാലയും ചേർത്ത് നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതൊന്ന് ആ ഒരു തക്കാളി കൂടെ ഒന്ന് സോഫ്റ്റായി വരണം. അതുപോലെ നമ്മളെ മസാലയൊക്കെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മളെ മെയിനായിട്ടുള്ള ഐറ്റം അയല. ഞാൻ നേരത്തെ പറഞ്ഞു, കുറച്ച് മഞ്ഞളും ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച് അത് മുള്ളൊക്കെ കളഞ്ഞ് ക്ലീനാക്കി വെച്ചിട്ടുള്ളതാണ്. വേണമെങ്കിൽ നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കാം. പക്ഷേ ഫ്രൈ ചെയ്തതിനേക്കാളും ടേസ്റ്റ് ഇങ്ങനെ ഇടുമ്പോഴാണ് ആ മീനിൻ്റെ നല്ല കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടണമെങ്കിൽ ഫ്രൈ ചെയ്യാണ്ട് ചേർക്കണം. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഫ്രൈ ചെയ്തിട്ടോ ചെയ്യാണ്ടോ ഇടാം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചൂടായാൽ മതി, നമ്മളെ മസാല റെഡിയാവും. അയലൊക്കെ ഓൾറെഡി വന്നതായതുകൊണ്ട് പിന്നെ നമ്മൾ കുറേ സമയത്ത് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം നന്നായി വഴന്നിട്ടുണ്ട്. ഉള്ളിയും തക്കാളിയും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അങ്ങനെ നമ്മളെ ഫില്ലിങ് ഇവിടെ റെഡിയായി. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഫില്ലിങ് നമുക്കൊന്ന് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്കിതിനുള്ള മാവ് കുഴച്ചെടുക്കാം. ഞാനിവിടെ 2.5 കപ്പ് ഗോതമ്പ് മാവാണ് എടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ മൈദ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ പക്ഷേ ഗോതമ്പ് പൊടിയിലാണ് ചെയ്യുന്നത്. ഒരു 2.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തിട്ട് ആദ്യം നമ്മൾ ഈ ഒരു പൊടി മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇല്ലെങ്കിൽ വെള്ളം എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് മിക്സ് ചെയ്താലും മതി. ഞാൻ പക്ഷേ എപ്പോഴും ഇതുപോലെ പൊടിയിലേക്ക് നേരിട്ട് അങ്ങ് ചേർക്കുക ചെയ്യാം. അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ആദ്യം ഒഴിച്ചു, എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഗോതമ്പ് മാവായതുകൊണ്ട് വെള്ളം കുറച്ച് മതി, കൂടിപ്പോകരുത്. കൂടിപ്പോയാൽ കുറച്ചുകൂടെ പൊടിയിട്ട് കുഴക്കണമെന്നേ ഉള്ളൂ. എന്നാലും നമ്മൾ ശ്രദ്ധിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുക. അങ്ങനെ ഇതുപോലെ നല്ലതായിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്ന അതേ പരുവത്തിൽ തന്നെ കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ സ്നാക്കിൻ്റെ ആ ഒരു ബേസും ഇവിടെ റെഡിയായി, ഫില്ലിങ്ങും റെഡിയായി. ഇനി നമുക്കിതിൻ്റെ ബാക്കിയുള്ള പരിപാടി എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു അച്ച് വേണം. ഇത് നമുക്ക് കോഴിയടൻ്റെ അച്ചാന്ന് നമ്മളിവിടെ പറയാം. ഓരോ സ്ഥലത്തും ഓരോ പേരായിരിക്കും. ഞങ്ങളിവിടെ കോഴിയട ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു അച്ചാണിത്. അപ്പോൾ ഇതിലാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൻ്റെ തന്നെ ഒരു ചെറിയ ടൈപ്പ് ഉണ്ട്. ഇത് നമ്മളെ സമൂസിൻ്റെ ഒക്കെ ഷേപ്പിൽ വരുന്നതാണ്. അപ്പോൾ ഞാനിപ്പം കോഴിയട ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തേച്ചൊന്ന് സെറ്റാക്കി വെക്കാം. ഇല്ലെങ്കിൽ എന്താ പറയുക, മാവ് ഒട്ടിപ്പിടിക്കും. അപ്പോൾ അത് അവിടെ സെറ്റാക്കി വെക്കുക. ഇനി നമ്മൾ കുഴച്ച് വെച്ച മാവ് ഒന്ന് പരത്തിയെടുക്കുക. അതിനായിട്ട് ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ കൗണ്ടർ ടോപ്പിലിട്ടിട്ടാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് വലിയൊരു മാവ് വലുതാക്കി പരത്തി കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അതാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ എന്തെങ്കിലും മൂടി വെച്ചിട്ടൊക്കെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ വേഗം പണി കഴിയും. ഓരോന്നായിട്ട് ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് ഈ ഒരു രീതിയിൽ ചെയ്യുന്നതാണ്. ഞാൻ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഈ ഒരു രീതിയിലാണ് ചെയ്യുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ, ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാം. കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള മെത്തേഡ് ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ. ഇതാ ഞാൻ ഇതുപോലെ പരത്തിയെടുത്തിട്ട് ഒരുപാട് കനം കുറയ്ക്കരുത്. കുറച്ച് തിക്കോടെ കൂടി തന്നെ നമ്മളിത് പരത്തിയെടുക്കുക. സെൻറ്റർ ഒരുപാട് പരത്താതെ സൈഡ് നന്നായിട്ട് പരത്തിയെടുക്കാം. ഞാനിപ്പോൾ ഇതൊരു ലഞ്ച് ബോക്സിൻ്റെ ഈ ഒരു അടപ്പ് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്.
ഇതാകുമ്പോൾ നമുക്ക് എളുപ്പമാണ്, വേഗം പരിപാടി വേഗം കഴിയും. ഇതുപോലെയാണ് നമ്മൾ ആക്കിയെടുക്കേണ്ടത്. ഇനി നമ്മളത് പരത്തിയെടുത്ത മാവ് നമ്മൾ ആ ഒരു അച്ചിലേക്ക് വെച്ച് കൊടുക്കുക. അച്ചിലേക്ക് വെക്കുമ്പോൾ അച്ചിൻ്റെ പുറത്തേക്ക് കുറച്ച് മാവ് വരുന്ന രീതിയിൽ നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ അത് അടച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഉള്ളിൽ വെച്ച ആ ഒരു ഫില്ലിംഗ് ഒക്കെ പുറത്ത് പോരും. അപ്പോൾ അതുകൊണ്ട് അത് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഫില്ലിംഗ് വെക്കുക. അത്യാവശ്യം തന്നെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതുപോലുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം നല്ല ഫില്ലിംഗ് ഉണ്ടെങ്കിലേ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നാൽ കുറവായാലും ടേസ്റ്റും ഉണ്ടാവില്ല കഴിക്കാൻ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ബാക്കി വരുന്ന മാവ് അങ്ങ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിന് നമ്മൾ സംഭവം ഇങ്ങോട്ടേക്ക് ഇളക്കിയെടുക്കുക. നമ്മളിപ്പോൾ എണ്ണ പറ്റുകൊണ്ട് വേഗം വരും. ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് കിട്ടുക. ഈ ഒരു കോഴിയുടെ ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാവുക. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കുക. അങ്ങനെ ഇതുപോലെ എല്ലാം എടുത്തിട്ടുണ്ട്, ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നുമില്ല, എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമ്മളെ അയല കോഴിയുടെ റെഡിയാവും. അപ്പം ഞാൻ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നമ്മൾ കോഴിയുടെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ച് എണ്ണ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് 2 എണ്ണ ഞാൻ ചെയ്യുന്നുള്ളൂ. ഒരു പ്രാവശ്യം 2 എണ്ണ ഇട്ടിട്ടുള്ളതാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്കിനി പെട്ടെന്ന് റെഡി ആയിട്ട് വരും. ഗോതമ്പ് മാവ് ആയതുകൊണ്ട് തന്നെ കുറേ സമയമൊന്നും എടുക്കില്ല. മൈദയാണെങ്കിൽ കുറച്ചും കൂടെ ടൈം എടുക്കും. ഗോതമ്പ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡി ആയി വരും. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിംഗ് ഒക്കെ നമ്മൾ ഓൾറെഡി വേവിച്ച് സെറ്റായതുകൊണ്ട് പിന്നെ ഒരുപാട് സമയം എണ്ണയിലിട്ട് വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ആ ഒരു മാവ് പുറമേയുള്ള ആ ഒരു ഭാഗം മാത്രം വെന്ത് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഇത് നമ്മളിങ്ങനെ തിരിച്ച് മറിച്ചിട്ട് നല്ലൊരു കളറാകുന്നത് വരെ വറുത്തെടുക്കണം. അങ്ങനെ നമ്മൾ ഫസ്റ്റ് കോഴിയുടെ അവിടെ റെഡിയായി, വേഗം റെഡിയായി എടുക്കാൻ പറ്റും. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി എടുക്കാം. ഞാനൊരു ടിഷ്യൂവിലാണ് ഇട്ട് കൊടുക്കുന്നത്, കൂടുതൽ എണ്ണ ഉണ്ടെങ്കിൽ കളയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ എല്ലാ കോഴിയുടെയും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്. ഏത് മീൻ വെച്ചിട്ട് നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ വെച്ചിട്ട് ചെയ്യാം. ചെമ്മീനൊക്കെ വെച്ചിട്ട് ചെയ്താൽ നല്ല അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മളെ പേജ് ഫോളോ ചെയ്യുക. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അതുകൂടെ ഫോളോ ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ലൊരു റെസിപ്പി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്